മുകളിലേക്കാ. ദേവൻ പോകുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉറപ്പല്ലേ? എനിക്ക് വണ്ടി എടുക്കും. വണ്ടി എടുക്കണം. എന്തായിരുന്നു പ്ലാൻ? എല്ലാം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചോ. കലേഷേ, നീ ആ തൈക്കൂടം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വാ. ആ ടൂൾസൊക്കെ എടുത്തോ. ആ പണിയുണ്ട്. കലേഷാരാ? പഞ്ചർ ഒട്ടിക്കാൻ വിളിച്ചതാ. വെറുതെ ഒരു മനുഷ്യൻ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി മസ്റ്റാണ്. 2 ദിവസമായി ഞാൻ ഇവിടുന്ന് പോയിട്ട് സ്റ്റുഡിയോയിൽ ഭയങ്കരമായിട്ട് ഹെൽഡപ്പ് ആയിരുന്നു. ഇത് കല്യാണി, റസിയ. ജീവിതം പാട്ടിലാക്കലല്ലേ? അറിയാം. ഹലോ. അതൊക്കെ ഉണ്ട്. എത്രയാണ്? ഒരു 10,000 വാങ്ങിക്കടാ. 500. 500? പേടിഎം ഉണ്ടാവോ? അതൊന്നുമില്ല എന്റെ മോനെ. അപ്പൊ കാശില്ലേ? കാർഡ് എടുക്കും. ആ കാർഡ് എടുക്കും. അതെ, പൈസ തന്നിട്ട് കൊണ്ടോട്ടെ. പൈസ ഉണ്ടാ? ആ ക്യാഷ് ഉണ്ടാവും. ക്യാഷ് എന്താ ആ കാർഡ് പോരട്ടാ. റീചാർജ് ചെയ്യാൻ പോണ് എന്റെ തമ്പിക്കുടിയോ. എന്തായി നമ്മുടെ കാര്യങ്ങൾ? ഞങ്ങളിന്നലെ പയ്യനെ കണ്ടു. ഇനി അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല സാർ. ഞങ്ങൾ വെൽ പ്ലാൻഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മേടിക്കണ്ട. ഹലോ. എന്ത് വെൽ പ്ലാനിങ്? മിണ്ടാതിരിക്കാതെ കേൾക്കൂ. ഞാൻ വിളിക്കാം. ഈ മനീഷിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ സ്റ്റുഡിയോ ആണ്. അവൻ ഈ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണ്. അവൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി വൈകും. മനസ്സിലായി? മനസ്സിലായി. അവൻ ഇൻഡിക്കേറ്റർ ഇട്ടല്ലോ. അവൻ ഒറ്റക്കായിരിക്കുമല്ലോ അല്ലേ? കണ്ടറിഞ്ഞൂടെ അവൻ ഒറ്റയ്ക്കാണോ അല്ലേ എന്നുള്ളത്. ആ നമുക്ക് കയറി നോക്കാം. വാ.
ആവശ്യം നോക്കണ്ട. രണ്ട് ചായ. ചേട്ടന്മാരെ ഹായ്, ഇവിടെ ഇരിക്കാം. ഇരിക്ക്. ഏയ്, ഞാൻ കാപ്പിയാ പറഞ്ഞത്. നിങ്ങൾ ഞങ്ങൾ ചായ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഒരുമിച്ചാണല്ലോ. ആ ചുമ്മാ ഇറങ്ങിയത്. എന്താ ചെയ്യുന്നത്? ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. എൻ്റെ പേര് ഗിരീത്. ക്ലീറ്റസ്. ഞാൻ മനീഷ്, ആർജയാണ് ഇവിടെ മർക്കോണി FM-ല്. ജീവിതം പാട്ടിലാക്കുന്നു. ജീവിതം പാട്ടിലാക്കുന്നു. താങ്ക് യു. കഴിഞ്ഞ ദിവസം മനീഷിനെ കണ്ടിരുന്നു. എവിടെ? ആ ജംഗ്ഷനിൽ വെച്ചൊരു ATM-ന്റെ ഫ്രണ്ടിൽ. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഡെസ്റ്റിൻ റിലേറ്റീവാണ്, സുഖുവേട്ടൻ. ആളെന്നെ കുഞ്ഞിൽ ഒത്തിരി എടുത്തോണ്ടൊക്കെ നടന്നിട്ടുള്ളതാ. ഇനി എന്താ പരിപാടി? നേരെ ഫ്ലാറ്റിലേക്ക് തന്നെ. ഹോംവർക്ക് ഉണ്ട് നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി, അത്ര തന്നെ. പരിപാടി ഇടയ്ക്ക് ഞങ്ങൾ കേൾക്കാറുണ്ട്, നല്ലതാ. താങ്ക് യു. നമ്മൾ സിൻസിയറായിട്ട് എന്ത് കാര്യവും ചെയ്താലും അത് നന്നാവും അല്ലേ? അത് കറക്റ്റാ. ചെയ്യുന്ന ജോലി എന്തായാലും നമുക്കതിനോടൊരു സ്നേഹം തോന്നണം, എന്നാലേ നമുക്കത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? എല്ലാ ജോലിയും അങ്ങനെ സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. അല്ല, ഈ റോഡ് പണിയൊക്കെ ഉണ്ടല്ലോ, അതാരും ക്ലാസ് വെച്ച് ചെയ്യുന്ന ഗതികേട് കൊണ്ടല്ലേ ചെയ്യുന്നത്? ലോകത്ത് മുഴുവൻ റോഡുമുണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. മനീഷല്ലേ ഇത്? ഹായ്. 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 കുറേ ഫീമെയിൽ ഫാൻസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പാടത് ഗെയിം. ഞാനതങ്ങനെ കെയർ ചെയ്യാറില്ല, പക്ഷേ നമുക്കല്ലേ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എന്തത്? സിസ്റ്റേഴ്സ്, അമ്മയ്ക്ക് ചെറിയ ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം ഫ്ലാറ്റിലേക്ക് ഇറങ്ങാം. നമുക്കൊന്ന് അടിച്ചു വിളിക്കാം. കഴിക്കൂ. വല്ലപ്പോഴും. ചേട്ടാ, ഇതൊന്ന് എഴുതിയേക്കണേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ? വണ്ടിയുണ്ട്. കാണാം അപ്പോൾ. ശരി. ചെക്കനൊരു പ്രത്യേക ടൈപ്പല്ലേ? ഈ ചിക്കനാണോ സാറ്? കാര്യങ്ങൾ ബുദ്ധിമുട്ടാവാൻ എന്തെളുപ്പല്ലേ? കാര്യങ്ങൾ എളുപ്പമാനും ബുദ്ധിമുട്ടല്ലേ? നല്ല ഒറിജിനൽ സാധനമാണ്. മിലിറ്ററി. അടി അടി. കുറച്ചുകൂടെ ഒഴിച്ചോ. എങ്ങനെയുണ്ട്? അതാണ് മിലിറ്ററി. എനിക്കിതെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി നല്ല സാധനമാണ്. മിലിറ്ററി ചേർന്നാ മതിയായിരുന്നു. ഒരെണ്ണം കൂടി ഒഴിക്കേ. നിർത്തുന്നു തുടങ്ങുന്നു എന്നിട്ടൊന്നും കുഴപ്പം നിർത്തിയേ. നിർത്തിയടാ. ഇതൊന്ന് ഇതോടെ നിർത്തിയത്. നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇത് മിലിറ്ററി പിന്നെ മിലിറ്ററിയാണ് കുളിട്ടറിയാന്ന് ഓരോരുത്തർ കാലത്തിന് ഇറങ്ങിക്കോളും. അത് സാരില്ല മോനെ, എന്തോ എന്റെ പേര് ജോസ്മോൻ. ജോസ്മോനെ, എന്റെ ഒരു സുഹൃത്തെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയടാ. നീ വരുന്നോ? നിന്നെ എവിടെ ചേർക്കാം? എനിക്ക് താല്പര്യമൊന്നുമില്ല. എടാ 400 രൂപ കിട്ടോടാ ഒരു ദിവസം. എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞില്ല, പിന്നെ ഒന്നും കുഴപ്പം. മനുഷ്യനാടാ, അവന് താല്പര്യമില്ല. അവൻ പ്രമാണി. തമ്പി ചേട്ടാ, എന്റെ സ്കൂട്ടറിന്റെ കളർ ബ്ലാക്ക് അല്ലേ? ആയിരിക്കും. അതൊന്ന് വൈറ്റ് ആക്കിയാലോ എന്നൊരു ആലോചന. എന്തിന്? നിനക്ക് വൈറ്റ് ചേരില്ല. അതെന്താ? ബ്ലാക്ക് മതി. നീ രാത്രിയിൽ ഇങ്ങനെ സഞ്ചാരമൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് നിനക്ക് വൈറ്റ് വേണ്ട, ബ്ലാക്ക് മതി. തമ്പിയണ്ണ, ആ ക്ലീറ്റിച്ചടം വരാൻ നേരം കേട്ടോ. വെറുതെ മായലൊക്കെ തെറിയാക്കണ്ടാ. ഒരു രണ്ടെണ്ണം അടുപ്പിച്ച് വിളിച്ചേ. ക്ലീറ്റസ് വരുമോ? ക്ലീറ്റസ് ഒന്നും വരില്ല. നീ പട്ടമാരെ. സത്യത്തിൽ ഞാൻ വന്നത് അതിനല്ല. ഒഴിച്ചോ. ഞാൻ ഓർക്കായിരുന്നു തമ്പിച്ചേട്ടാ, നിങ്ങളും ദേ ഈ ചെറുക്കനും കാളകളെ പോലെ ഇവിടെ കിടന്ന് പണിയെടുക്കുക. നിങ്ങളുടെ ബോസുമാരില്ലേ, ആ ക്ലീറ്റസും ഗിരിയും, അവന്മാര് കാറൊക്കെ എടുത്ത് വലിയ സെറ്റപ്പിൽ കറങ്ങി നടക്കുക. ക്ലീറ്റസ് വലിയ കുഴപ്പക്കാരനൊന്നും അല്ല, പക്ഷെ ആ ഗിരി ഉണ്ടല്ലോ, അവൻ വിടക്ക. സത്യത്തിൽ രണ്ടും ചെറ്റകളാ. അവന്മാർക്ക് അവന്മാരുടെ കാര്യമുള്ളൂ. എന്നാൽ ഇവന്മാർക്ക് എവിടുന്നാ ഇത്രയും പൈസ വന്നെന്നാ ഞാൻ ഈ ആലോചിക്കുന്നു. നല്ല തട്ടിപ്പായിരിക്കും. നീ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഈ ചളുക്ക വിഗ്ഗും വെച്ച് എന്നോട് ഈ വക ഊള വർത്താനം പറയുന്നത് എന്തിനാന്ന് എന്നോട് ഇപ്പൊ പറയാം. എന്നോട് പറയണ്ടേ? എന്തമ്മേണ? അല്ല ഒന്നുമില്ല. ചെറ്റകളാണ്. ഞാൻ എടുത്തെറിയണത് കൊണ്ടുപോണത്. പോയി
എന്റെ രാത്രി എന്താണ് കെട്ടിയോട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ടാ ദൈവമേ അവൻ ഊമയായി പോട്ടെ പറയും ഞാൻ എന്നാലും ആ മിലിറ്ററി കൊടുക്കണ്ടായിരുന്നല്ലടാ നിങ്ങളൊരു കാലത്ത് വന്നവര് പണ്ടാറം പിടിക്കാനായിട്ട്